ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പേർപ്പിൾ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ഹോൾ വീഡിയോ ആണ്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഒരു പേർപ്പിൾ വീഡിയോ ആണത്. അപ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഡേം ഡോക്കിൻ്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെൻറ്റ് സ്പ്രേ ആണ്. ഇതൊരു 100 ml സ്പ്രേ ബോട്ടിലായിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കിയപ്പോൾ ഐ വാസ് റിയലി വെരി ഹാപ്പി. കാരണം അത്രയും നല്ല ഇൻഗ്രീഡിയൻസ് ആണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒബ്വിയസ്ലി ഗ്ലൈക്കോളിക് ആസിഡ് 5% തന്നെയാണ്. അതാണ് ഇതിൽ മെയിനായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൽ അവർ അണ്ടർ ആം ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞതെങ്കിലും നമുക്ക് ഇത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് അല്ലെങ്കിൽ മുട്ടിലുള്ള കറുപ്പ് ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊക്കെ നല്ലൊരു സൊല്യൂഷൻ തന്നെയായിരിക്കും ഇത്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആവുന്നുള്ളൂ. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ബട്ട് ഇത് പോരാ, ഒരു 3 to 4 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പിഗ്മെൻറ്റേഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഓവർ ദ വീക്ക് ഒന്നും നമുക്ക് ഒരു ഭയങ്കര മിറാക്കിളൊന്നും കാണാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാനൊരു 3 വീക്സും കൂടി ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെപ്പറേറ്റ് വീഡിയോ, ഇതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ബട്ട് ഞാൻ മുന്നാലെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു സൂപ്പർ പ്രൊഡക്റ്റ് തന്നെയാണ്, മസ്റ്റ് ബൈ ആണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് പ്ലമ്മിൻ്റെ ഹൈഡ്രേറ്റിംഗ് റോസ് ടോണറാണ്. സാധാരണ ടോണേഴ്സിലെല്ലാം ഈ ഒരു ആൽക്കഹോൾ ബേസ് ഉണ്ടായിരിക്കും. ബട്ട് ഇത് നോ ആൽക്കഹോളാണ്. ഓൾസോ ഹൈഡ്രേറ്റിംഗ് ആണ്, ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഭയങ്കര ഒരു വൈറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഹൈഡ്രേറ്റിംഗ് സ്കിൻ ആണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലത് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ സ്പ്രേ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു എരിച്ചിൽ വരുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് സെറ്റിൽ ആവുകയും ചെയ്യുന്നുണ്ട്. ബട്ട് അതർവൈസ് ഇറ്റ്സ് ഓക്കെ പ്രൊഡക്റ്റ്. ആൻഡ് ഇങ്ങനത്തെ ഒരു ടോണറിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ്. അത് ഉറപ്പായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പോൺസിൻ്റെ ഗ്ലൂട്ടാനൈസിനുമായി 12% സീറമാണ്. ഇതൊരു 28 ml പാക്കേജ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ചെറുതും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ടുള്ളത് ഗ്ലൂട്ടാതയോൺ ആൻഡ് നൈസിനമൈഡ് തന്നെയാണ്. പക്ഷേ ഗ്ലൂട്ടാതയോൺ നിങ്ങൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണത്തില്ല. കാരണം ഗ്ലൂട്ടാതയോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രീകേഴ്സേഴ്സ്, അതായത് അമൈനോ ആസിഡ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്ലൈസീൻ, സിസ്റ്റീൻ. അപ്പോൾ ഇങ്ങനത്തെ പേരുകൾ നിങ്ങൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലായിരിക്കും ഇത് കാണാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി അത്യാവശ്യം നല്ലതാണ്. അധികം സ്റ്റിക്കി ആയിട്ടുള്ള ഫോമുല അല്ല. ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 month ആവുന്നതേ ഉള്ളൂ. എനിക്കൊരു ഹൈഡ്രേഷൻ ആണ് ഇത് തരുന്നത്. സാധാരണ ഈ ഒരു ഗ്ലൂട്ടാതയോൺ നൈസിനമൈഡ് കോമ്പിനേഷൻ ഇറ്റ് ഷുഡ് വർക്ക് ഓൺ യുവർ ബ്ലെമിഷസ്. പക്ഷേ എനിക്ക് അതത്ര വർക്കിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ പല യൂട്യൂബേഴ്സും ഇതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്കിത് വർക്ക് ആവാത്തൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്കിനി നെക്സ്റ്റ് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് കാണാം. ഇത് ഷുഗർ പോപ്പിൻ്റെ വാൾനട്ട് ഷെയ്ഡിൽ ഒരു ഫൗണ്ടേഷനാണ്, ലിക്വിഡ് ഫൗണ്ടേഷനാണിത്. അപ്പോൾ ഞാൻ ഷുഗർ പോപ്പിൻ്റെ ഫൗണ്ടേഷൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. സാധാരണ ഞാൻ കൺസീലറൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. കൺസീലർ ഓൾസോ ഹാസ് ദ സെയിം ഫോമുല. അപ്പോൾ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നാറില്ല ഫൗണ്ടേഷൻ കൺസീലർ. പക്ഷേ ഞാൻ ഇപ്രാവശ്യം കുറച്ച് വലിയ ബോട്ടിൽ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു ഷുഗർ പോപ്പിനെ ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട്. നല്ല ഫോമുലേഷനാണ്, എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടുമ്പോഴും നല്ല ഒരു ബ്രീത്തബിൾ ഫൗണ്ടേഷനാണ്, അത്യാവശ്യം നല്ല കവറേജും തരുന്നുണ്ട്. ഐ ഡെഫിനറ്റ്ലി ലവ് ദിസ് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ പോപ്പ് ആൻഡ് ഗ്ലോ എന്ന് പറയുന്ന ഒരു ചീക്ക് ആൻഡ് ഐ ടിൻ്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലാമ്പിംഗ് ഷെയ്ഡാണ്. അയ്യോ, എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രൈസിൽ ഇത്രയും നല്ല പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. അതൊന്ന് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. അത് ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ നമ്മൾ നേരിൽ കാണുമ്പോൾ നല്ലൊരു ഫ്ലഷ് ഓഫ് പിങ്ക് കളറാണ് നമുക്ക് ചീക്സിനകത്ത് കൊടുക്കുന്നത്. ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ചീക്സിനകത്ത് ഇടുന്ന സമയത്ത് നമ്മൾ ബ്ലഷും ഹൈലൈറ്ററും ഇട്ടൊരു എഫക്റ്റാണ് അത് കിട്ടുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് ഈ സംഭവം. ആൻഡ് ഇത് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പോലും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഇട്ട് കാണിച്ചില്ല, അത്ര മാത്രം മതി, ഒരു ഡോട്ട്. അപ്പം നമ്മൾ അത്രയും ചെറിയ ട്യൂബ് ആണെങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്. നെക്സ്റ്റ് വന്നിട്ട് എൻവൈബയുടെ വോളിമൈസിങ് മസ്കാരയാണ്. ഞാൻ പൊതുവെ അധികം മസ്കാര ഇടാത്ത കൂട്ടത്തിലാണ്. കാരണം എനിക്ക് എപ്പോഴും സ്പെക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്പെക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ കൺപീലി എങ്ങനെയാണെന്ന് ആരും ഇപ്പോൾ കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഫങ്ഷൻസ്, ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ മാത്രമാണ് ഞാൻ മസ്കാര ഉപയോഗിക്കുക. ഇപ്പോൾ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ശരി വാങ്ങിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാനിത് ആദ്യമായിട്ട് തുറന്നപ്പോൾ വിചാരിച്ചു എന്താ ഒരുപാട് ഡ്രൈ ആണല്ലോ എന്നുള്ളത്. ബട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് കറക്റ്റായിട്ടുള്ളൊരു ഫോമിൽ തന്നെയായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ഐലാഷിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്.
നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീൻ്റെ സിക്ക കാമിങ് ബ്ലെമിഷ് ക്ലിയറിംഗ് ഫേസ് വാഷ് ആണ്. ഇത് കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ആക്നെ പ്രോൺ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കാണ്. എൻ്റെ സത്യം പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിൻ ടൈപ്പാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് കുറച്ച് ഓയിൽ പ്രൊഡക്ഷൻ സീബം പ്രൊഡക്ഷൻ കൂടുതൽ ഉണ്ടാവാറുണ്ട് ചില സിറ്റുവേഷൻസിൽ. അപ്പം ഞാൻ ഇടയ്ക്ക് മാത്രമാണ് ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാറ്. എനിവേസ് നല്ലൊരു ഫേസ് വാഷ് തന്നെയാണ്, ഹൈലി റെക്കമെൻഡഡ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ലിപ്സ്റ്റിക്കാണ് കാണിക്കാൻ പോകുന്നത്. L18 മൗ ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണത്. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. എഗെയിൻ ലിപ്സ്റ്റിക്ക് ഞാൻ ഒരുപാടൊന്നും ചൂസ് ചെയ്ത് പോകാറില്ല. എൻ്റെ ആകെ കൂടെ 2-3 ലിപ്സ്റ്റിക്കേ ഉള്ളൂ. ഞാനിത് മെയിനായിട്ട് വാങ്ങിക്കാനുള്ള കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെയായിരുന്നു. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരുന്നു അവർ കൊടുക്കണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഗിവ് ഇറ്റ് എ ട്രൈ. നല്ല ഫോർമുലേഷനാണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല കളറും ആയിരുന്നു, നല്ല മണമാണ്. ഭയങ്കരമായിട്ട് ഇവരതിനകത്ത് ഫ്രേഗ്രൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണെന്നൊന്നും പറയുന്നില്ല, ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇറ്റ്സ് ആൻ ഓക്കെ പ്രൊഡക്റ്റ്. അപ്പോൾ അത്ര തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കൂടുതൽ സ്കിൻ കെയർ, മേക്കപ്പ്, ക്യാറ്റ് ഫൺ, കുക്കിംഗ് ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സീ യു ഓൾ നെക്സ്റ്റ് വീഡിയോ. ബൈ.